ഗൈസ്, നമ്മൾ ഇന്ന് ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. ഓണത്തിൻ്റെ തലേന്ന് മുതൽ ഓണത്തിൻ്റെ അന്ന് വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാത്രി നമ്മൾ പൂവൊക്കെ മുറിച്ചിടുന്നു. കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം പൂവ്. നമ്മളതൊക്കെ മുറിച്ചിടാൻ വേണ്ടിയിട്ട് എല്ലാം സെപ്പറേറ്റൊക്കെ ആക്കി വെക്കുകയാണ്. 2 കവറിനെല്ലാം മാറ്റി മാറ്റി വെക്കുകയാണ്. ഇത് ഇത്രയും പൂവുകളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചപ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ബോർഡറൊക്കെ ആക്കാൻ വേണ്ടി അതൊക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും. ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നമ്മളതിൽ സെപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ. പിന്നെ എല്ലാവരും ഓരോരോ ഭാഗത്ത് നിന്ന് പൂ മുറിക്കാൻ തുടങ്ങി സിനിമയും കണ്ടിട്ട്. പിന്നെ അത് എത്രയും പൂവൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പൂവൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പക്ഷി നമ്മുടെ പൂവെല്ലാം മുറിക്കാൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും നമ്മൾ മഞ്ഞപ്പൂ മുറിച്ചിടുന്ന കുറേ ഉണ്ടായിരുന്നു. എല്ലാവരും മുറിച്ചിടലാണ്. ഭയങ്കര ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് ഇത്രയും ഒരു പൂ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡിസൈൻ. ഇത് തന്നെ ആയി വരുമെന്നൊന്നും പറയാൻ കഴിയില്ല. വരച്ചു തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ ചോക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വരച്ചു തുടങ്ങാം കേട്ടോ. ഞാൻ തന്നെയാണ് വരക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ അമ്മയുണ്ട് സഹായിക്കാൻ. പിന്നെ നമ്മൾ ചോക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ടൈലിൽ കാണുന്നുണ്ടായിട്ടാണ് നമ്മൾ സാധാ ചോക്ക് തന്നെ എടുക്കുകയാണ് ചെയ്തത്. നമ്മളൊരു രൂപം വരച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ മുഖമൊക്കെ വരച്ച് തുടങ്ങി. സമയം കണ്ടോ, ഇത്രയും സമയമായി. നമ്മൾ രാത്രിയാണ് കേട്ടോ ഇത്രയും വരച്ച് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ രാത്രി തന്നെയാണ് പൂവെല്ലാം ഇട്ടിട്ട് കിടന്നുറങ്ങുക. നമ്മൾ രാവിലെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയും. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം ഇപ്പുറം മാറി മാറിയാണ് കേട്ടോ വരക്കുക. പിന്നെ എനിക്ക് കുറച്ചും കൂടി പൂ മുറിച്ചിടാനുണ്ടായിരുന്നു. ഞാൻ കുനൂന കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് കുറേ കുനൂന അല്ലാത്ത പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മുറിച്ചിട്ടാണ്. ഇത് എൻ്റെ അനിയനും കൂടിയിട്ടുണ്ട് വരയ്ക്കാൻ. അനിയനും ഉണ്ട് പൂക്കി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെതാ എല്ലാവരും കൂടി വരച്ചു തുടങ്ങി. പിന്നെ അവൻ കിരീടത്തിൻ്റെ ഭാഗത്ത് ഞാൻ വരക്കാൻ വേണ്ടി ചോക്ക ഇരുന്നിട്ട് വരക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും വരച്ചു. ലാസ്റ്റ് നമ്മൾ ഇട്ട് വന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ പിന്നെ വേറൊരു സർക്കിളായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഇട്ട് ഒരു സർക്കിളൊക്കെ ആയിട്ട് ഡിസൈൻ ഇട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ ആ കൃഷ്ണന് മൊത്തം മായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി കൊളായിട്ടുണ്ടായിരുന്നു. വരച്ചതൊക്കെ ലെവലായിരുന്നു. പക്ഷേ ഇട്ട് വരുമ്പോൾ അതൊരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ആക്കി. കണ്ടോ, ഇതുവരെയാണ് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പുറത്ത് നമ്മൾ ഇട്ട സമയത്ത് നമ്മൾ ലക്കി വന്നിട്ട് മൊത്തം കോളാക്കി. നമ്മളിങ്ങനെയുള്ള തട്ടിക്കുട്ടി എൻ്റെ അനിയൻ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇത്. പൂവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുള്ള സമയത്ത്. പിന്നെ ഇതിട്ടത് എൻ്റെ അനിയനാണ്. അതിനുള്ള കാണാനുള്ള എല്ലാ സംഭവങ്ങളും ഓനെൻ്റെ അടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാവരും ഇട്ട് കഴിഞ്ഞ് പകുതി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ചും കൂടി ആടി ഇടാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മ അത് കുറച്ചും കൂടി ലെവലൊക്കെ ആക്കി. നമ്മൾ ചീരിക്കിട്ട പൂവ് കുറച്ച് ലെവലൊക്കെ ആക്കി. പിന്നെ ഞാൻ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് എണീച്ച് വന്ന് അമ്മ ബിരിയാണിയും ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മയുടെ കുക്കിങ്ങിലാണ്. ബിരിയാണി ചോറ് വെച്ച് കഴിഞ്ഞു. ഞാൻ ചിക്കൻ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി റെഡിയായി. ഇനി ചിക്കൻ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ അവിടെ നിന്ന് വെള്ളമൊക്കെ ചൂടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കനൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ പക്ഷി പുറത്ത് വരാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഫോട്ടോഷൂട്ടിലേക്ക് പോവാണ്. ഇനിയാണ് ഞാൻ കുറച്ച് ചട്ടിയൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മുടെ മുകളിൽ പോയിട്ട് ഇതുപോലെ ഒരു ഊഞ്ഞാലെല്ലാം റിംഗ് ലൈറ്റെല്ലാം വെച്ച് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് അലങ്കരിക്കുകയാണ്.